ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആപത്ത് ഘട്ടം വരണം. ആ ഒരു സമയത്തെ നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്കൊരാപത്ത് ഘട്ടം വന്നപ്പം തുറന്നു പറയാലോ, ഈ പറഞ്ഞ ഞാൻ ഒരുപാട് പുകയത്തി പറഞ്ഞ സുരേഷ് ഗോപി എൻ്റെ ഒന്ന് വിളിച്ചു പോലും നോക്കിയിട്ടില്ല. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. 2 ദിവസം ബേബി മെമ്മോറിയൽ ICUവിൽ കിടന്ന ഒരാളാണ് ഞാൻ. അത് ന്യൂസായൊരു സംഭവമാണ്. എന്നാൽ അവൾക്ക് എന്ത് പറ്റി, ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ല. എൻ്റെ ബ്രദർ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. പക്ഷേ ഈ പറയുന്നൊരു വ്യക്തി മാത്രമേ ആ ഒരു സമയത്ത് ഞങ്ങൾക്കൊരു താങ്ങായിട്ടുള്ളായിരുന്നു. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ അവളിതിന് നിന്നത്? നിരപരാധിത്വം തെളിയിക്കാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയാൻ ഒരാൾ, അത് ആ വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പലരും പറഞ്ഞ ആത്മഹത്യ നാടകമായിരുന്നു. അവർ ബേബി മെമ്മോറിയലിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുക, അത് ചെയ്തിട്ടില്ല. അവർ സ്വയം പറഞ്ഞു പാറ്റാ ഗുളിക കുടിച്ചത്. പാറ്റാ ഗുളിക കുടിച്ചാൽ 2 ദിവസം ICUവിൽ കിടക്കുമോ? എനിക്ക് 50,000 രൂപ ബേബി മെമ്മോറിയലിൽ ബില്ല് വന്നിട്ടുണ്ട്. നാടകം കളിക്കാൻ ആരെങ്കിലും 50,000 രൂപ ചിലവാക്കുമോ? മെഡിക്കൽ കോളേജിൽ പോകൂലേ നാടകം കളിക്കണം എന്നുള്ളവരാണെങ്കിൽ? ജീവൻ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ വീട്ടുകാർ അവിടെ കൊണ്ടുപോയത്.